നമസ്കാരം. ഇന്ന് ഞങ്ങളത് കർണാടകയിലാണ്. കർണാടകയിലെ നെഞ്ചങ്കോട് ഇവിടെ അടിപൊളി ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടു. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി കാഴ്ചകളാണ്. കാരണം നമ്മൾ ഡ്രോണൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. മനോഹരമായ ഒരു അമ്പലമാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റും നല്ല ലെങ്ത്തും ഉള്ള ഒരു അമ്പലമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അതായത് നമുക്കറിയാം കർണാടകയിലെ അമ്പല പരിപാടികളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലമാണ് ഈ ഒരു ക്ഷേത്രം. നെഞ്ചങ്കോട് ഉള്ള ഒരു ക്ഷേത്രമാട്ടോ. അപ്പോൾ പേര് കേട്ട ക്ഷേത്രമാണ്. കർണാടകയിലെ നമ്പർ 1 ക്ഷേത്രമാണ് ഇവിടെ. അപ്പം ഇവിടെ ടോപ്പാണ് ഇവിടുത്തെ ശിവരാത്രി മഹോത്സവം. ഇവിടുത്തെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടോ അല്ലേ. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നു കേട്ടോ. അപ്പോൾ കാഴ്ചകളാണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലേക്കുള്ള മാതിരി വെടിക്കെട്ട് പരിപാടികളൊന്നുമില്ല. പക്ഷേ ഇവിടെ നല്ല അടിപൊളി ഗാനമേള, DJ നൈറ്റ് അങ്ങനത്തെ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നല്ല വൈബാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ലൈറ്റ് കൊണ്ടുള്ള അടിപൊളി കാഴ്ചകളാണോ. പിന്നെ ഈ അമ്പലത്തിൻ്റെ മുകളിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടോപ്പ് കാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സംഭവം ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ. ഈ ഒരു മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി പൂജകളും നിരവധി കർമ്മങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനോടനുബന്ധിച്ച് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. आया नहीं भाई वीडियो के आया नहीं भाई ನೋಡಿರೋ ಯಶವಂತ ಅವರು भाई ಅಲೆ ದೋಸ್ತ वीडियो के वीडियो ಮಾಡ್ತಾರಾ ए ಧೂಪ ಹಾಕಿರೋದು ಮಗನ ಬಾ ಫಾಗ್ ಎಫೆಕ್ಟ್ ಕೊಡ वीडियो के സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ DJ നൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ DJ നൈറ്റിൻ്റെ വീഡിയോ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ആ ഓഡിയോ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ ഓഡിയോ കട്ട് ചെയ്താട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കാം. കണ്ടങ്ങൾ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു കർമ്മത്തിലേക്ക് വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്നും എത്തിപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇവർ രാവിലെ വരെ ഈ ഇരുത്തമ്പടം ഇരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ശിവരാത്രി അങ്ങനെയാണല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ 5 മണി വരെയാണ് ഇവർ. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ അമ്പലം ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതിൽ ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ പല ഭാഗങ്ങളിലും പല ആളുകളും ഇരിക്കുന്നു, കിടക്കുന്നു. ഇത് ശിവന്റെ ഒരു പടുകൂറ്റൻ ഒരു പ്രതിമയാട്ടോ. നല്ല ഹൈറ്റുള്ള ഒരു പ്രതിമയാണ്. അപ്പോൾ ഇതിന്റെ വീഡിയോ നമ്മൾ ഡ്രോൺ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഹൈറ്റാണ്. മനോഹരമായ ഒരു ഇനി നമുക്ക് കുറച്ച് ആകാശ കാഴ്ചകൾ നമുക്ക് കാണാം. ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 100 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. നല്ല മനോഹരമായ കാഴ്ചയാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ടോപ്പിലെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാട്ടോ. അപ്പോൾ നമുക്ക് ആ ടോപ്പിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അവിടെയൊക്കെ പോയിട്ട് കറക്റ്റ് അവിടെ ആ ഒരു സ്ഥലം നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വെടിക്കെട്ടിൻ്റെ ഒരു കുറവ് മാത്രമുണ്ട്. ബാക്കിയുള്ള എല്ലാ പരിപാടിയും